ഹായ് ഹലോ ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കാണാനും അതുപോലെ തന്നെ കഴിക്കാനും മനോഹരമായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടാങ്കിൻ്റെ പൊടി, ഞാൻ ഓറഞ്ചിൻ്റെ ഫ്ലേവർ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ടാങ്കിൻ്റെ പൊടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കട്ട ഒട്ടും ഇല്ലാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇതെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മറ്റൊരു പാത്രം എടുക്കാം. മറ്റൊരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരല്പം വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലെടുത്തേക്കുന്നത്. ഈ പാല് നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, ഒട്ടും കട്ടയില്ലാതെ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുത്തതിന് ശേഷം രണ്ടും ഒരുപോലെ തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ശ്രദ്ധയോടെ ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. രണ്ട് അടുപ്പിലായിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ടും ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ രണ്ടും ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറുകി വന്ന വീഡിയോ എടുക്കാനൊന്ന് വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതുപോലെ ഒരു കുപ്പിപ്പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം നമ്മുടെ ടാങ്കിൻ്റെ പൊടിയിട്ട് നമ്മൾ കുറുക്കിയെടുത്തില്ലേ, അത് ആദ്യം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പാലും കോൺഫ്ലവറും മധുരമൊക്കെ ചേർത്തുണ്ടാക്കിയ ആ കുറുക്കിതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചിങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് ഓറഞ്ചിൻ്റെ ടാങ്കിൻ്റെ പൊടി കൊണ്ട് ചെയ്ത മിക്സർ അതുപോലെ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പുറത്ത് ഇങ്ങനെ ഈ വൈറ്റ് കളർ കാണത്തില്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അകത്തായി വൈറ്റ് കളർ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ. ഒരുപാട് ചിലവൊന്നുമില്ല. ഇപ്പോൾ ഈ വെയിൽ സമയത്തൊക്കെ ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ടാങ്കൊക്കെ കാണും. അപ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇനി ഈ ടാങ്കിൻ്റെ ഇത് ഫുള്ളായിട്ട് ഞാനിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം ആ ചൂടോട് തന്നെ നമ്മളിതെല്ലാം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചൊന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഈ ചൂടെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടാങ്കിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുമുണ്ട്, മധുരവും, നല്ല ടേസ്റ്റായിട്ടോ. നല്ല ടേസ്റ്റ്, അതിൻ്റെ മണവും ഒക്കെ നല്ല ഒരുപാട് റെസിപ്പീസൊന്നും നമുക്കിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. എന്നാൽ നല്ലൊരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല രസം കേട്ടോ, ഇതിനകത്ത് കാണാനെ കൊണ്ട്.
നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരുപാട് ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.